ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പതിപോലെ കഥയുടെ ദിവസമാണിന്ന്. സ്റ്റോറി തെറാപ്പി. വളരെ പ്രിയങ്കരനായ ലാബ്സൻ സാറാണ് നമുക്ക് വേണ്ടി കഥ പറയുന്നത്. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലാബ്സൻ സാറിനെയും. ലാബ്സൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സാർ എന്നോട് വരാൻ പറഞ്ഞപ്പോൾ 2 തവണ എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, ഉടനെ യെസ് പറഞ്ഞു. ഞാൻ 7 മണിക്ക് ഇവിടെ വീട്ടിൽ വന്ന് കയറിയുള്ളൂ. എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷയോട് തന്നെ പറഞ്ഞു. ദൈവം സഹായിച്ച് എത്താനായിട്ട് കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് കാണുന്നതിൽ സന്തോഷം. കഴിഞ്ഞ 2 തവണ വരാൻ പറ്റാത്തതിലുള്ള ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഭംഗി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല. അല്പം ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ലെന്നാണ് ഓസ്കാർ വൈൽഡ് പറയുന്നത്. അങ്ങനെ ചെറുപ്പക്കാരൻ അവൻ ബുദ്ധിയുള്ളതുകൊണ്ടും സാമാന്യം കാണാൻ ഭംഗിയുള്ളതുകൊണ്ടും അവനെ കയറി ഒരുത്തി പ്രേമിച്ചു കളഞ്ഞ് നടക്കുകയാണ്. കല്യാണം നടക്കുന്നില്ല. നടക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, യുവതിക്ക് ഇയാൾക്ക് യുവതിയും നല്ല ഇഷ്ടമാണ്. പക്ഷെ യുവതിയുടെ അച്ഛന് ഒരു കണ്ടീഷനുണ്ട്. എന്ന് നീ ഒരു 10,000 പൗണ്ട്സുമായിട്ട് വരുന്നുവോ അന്ന് കല്യാണം നിശ്ചയിക്കുന്ന കാര്യം തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവരാണെങ്കിൽ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് അയാൾ പറഞ്ഞ ആ പൗണ്ട്സ് കൊടുത്ത് കല്യാണം നിശ്ചയിക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വല്ലാതെ വിഷമുണ്ടാകുന്ന അവസരത്തിൽ അദ്ദേഹം ചെയ്യുന്ന സൂത്രമുണ്ട്. അദ്ദേഹത്തിന്റെ സ്നേഹിതന്റെ സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയിൽ പോയിരിക്കും കുറച്ചു നേരം. ആ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് തന്റെ സ്നേഹിതൻ ചില ആളുകളെ മോഡലായി ഇരുത്തിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്ന നല്ല ഒരു ഫ്രണ്ടാണ് അദ്ദേഹം. അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിന്റെ ഇടവേളയിൽ സംസാരിക്കാനായിട്ട് ഹഗി അവിടെ ചെന്നു കഴിഞ്ഞാൽ ഹഗിക്ക് പ്രത്യേകമായൊരു മാന്യ സ്ഥാനം ആ സ്നേഹിതൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ചു ഇന്ന് ഏതായാലും കുറച്ച് സമയം അവിടെ ചെലവഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആ സ്റ്റുഡിയോയിലേക്ക് പോയി. ആ സ്റ്റുഡിയോയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു മോഡൽ ഇരിക്കുന്നുണ്ട്. ഈ സ്നേഹിതൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ചില വരകളൊക്കെ വരച്ച ശേഷം സ്നേഹിതൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തുപോയി. ആ പുറത്തുപോയ സമയത്ത് അവിടെ ഇരിക്കുന്ന മോഡലുമായിട്ട് ഒന്ന് സംസാരിച്ചു കളയാമെന്ന് ഹഗിക്ക് തോന്നി. കാരണം അവിടെ ഇരിക്കുന്ന മോഡൽ ഒരു ബെഗർ മോഡലായിരുന്നു. കീറിപ്പറഞ്ഞ വേഷം കിട്ടിയിട്ടുള്ള സോ ടാറ്റേഡ്. ആ വസ്ത്രം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാണ്, സോ ടാറ്റേഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. വസ്ത്രം അതുപോലെ തന്നെയാണ്, മുഖഭാവം അതുപോലെ തന്നെയാണ്. എന്തെങ്കിലും മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. എന്റെ കാര്യം നോക്കിയാൽ എനിക്ക് ഡൗറിക്ക് അദ്ദേഹം പറഞ്ഞ പൈസ കൊടുക്കാനില്ല എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ മനുഷ്യന്റെ കാര്യം അടിച്ചാൽ അതാണോ? എല്ലാം കൂടി ടാറ്റേഡ് ആയ മനുഷ്യനല്ലേ എന്നിങ്ങനെ ആ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന ആ ബെഗർ മോഡൽ അദ്ദേഹത്തോട് പുരികം ഒന്ന് കാണിച്ചുകൊണ്ട് എന്താണ് താങ്കൾ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് എനിക്ക് വളരെയധികം സഹതാപം തോന്നുന്നു. സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ മാത്രം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് താങ്കളോട് വളരെ സിമ്പിൾ മാത്രം തോന്നാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബദർ പറഞ്ഞു, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഇല്ല, ചോദിച്ചില്ല. പക്ഷെ നിങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോക്കറ്റിലേക്ക് നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 10 തൊട്ടെടുത്ത് ആ ബക്കറുടെ കയ്യിലേക്ക് വെച്ചു. ബക്കർ വാങ്ങിച്ച് തന്റെ കീറിപ്പറഞ്ഞ പോക്കറ്റിനകത്തേക്ക് അത് നിക്ഷേപിക്കുകയും ചെയ്തു. അത്രയും കഴിഞ്ഞ് അവര് രണ്ടുപേരും പരസ്പരം മുഖത്തോട് നോക്കി അവിടെ കുറച്ചേരം ഇരുന്ന് വേറെ ഒന്നും പറയാനില്ല എന്ന് മട്ടിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ സ്നേഹിതൻ അങ്ങോട്ട് വന്നു. സ്നേഹിതൻ വന്ന്, കാര്യം ഞാൻ പോയ അവസരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഹഗി പറഞ്ഞു, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അത് മാത്രം പറയുകയും
ഹഗി പിന്നെ സംസാരിക്കണമെന്നൊന്നില്ല. താൻ ചെയ്ത പ്രവർത്തനം ഇനി സ്നേഹിതൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക, അതേക്കുറിച്ച് എന്ത് പറയേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഞാൻ പോട്ടെ പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു. അന്ന് രാത്രിയിൽ അദ്ദേഹം ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു. ഒരു യാചകൻ, എത്ര ദാരുണമാണ് അയാളുടെ അവസ്ഥ. ഞാൻ എൻ്റെ അവസ്ഥയാണ് ഏറ്റവും ലോകത്തിൽ ബുദ്ധിമുട്ടുള്ളതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്നെക്കാളും ബുദ്ധിമുട്ടുള്ള ആളെ കണ്ടെത്തി. എന്ത് ബുദ്ധിമുട്ടാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. അയാളുടെ മുഖത്ത് നേരിടിക്കുന്നു. കൃത്യമായിട്ടും അയാളുടെ ഉള്ളിലുള്ള വികാരം മുഴുവൻ അദ്ദേഹത്തിന് മുഖത്തുണ്ട്. ഞാൻ കൊടുത്തത് കൊണ്ട് അയാൾക്ക് എന്താകാനാ, എനിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ഏറെ നേരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം രാത്രി ഉറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ അപ്രതീക്ഷിതമായിട്ട് ആ സ്റ്റുഡിയോയിലെ കൂട്ടുകാരൻ ഹഗിയെ അന്വേഷിച്ചു വന്നു. ഹഗി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുള്ളത്, ഒന്ന് സ്റ്റുഡിയോ വരാവോ ചോദിച്ചു. ഹഗി വരാമല്ലോ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോയിൽ എത്തിയതും സ്നേഹിതൻ ചിരിയോട് ചിരി. എന്താ കാര്യം എന്ന് പറയുന്നില്ല, ഭയങ്കര അടിച്ചിരിക്കുന്നു. കുറെ ചിരിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഒന്ന് പറയുക എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. നീ ഇന്നലെ എന്റെ സ്റ്റുഡിയോയിലുള്ള മനുഷ്യനെ 10 തുട്ട് കൊടുത്തു അല്ലേ? ഉവ്വ്. അതാരെ പറഞ്ഞേ? അദ്ദേഹത്തിനോട് പറഞ്ഞു. ഞാനത് കണ്ടപ്പോ ഒരുപാട് ചിരിച്ചുപോയി. എന്താ ചിരിക്കാൻ കാര്യം? ചിരിക്കാൻ കാര്യം മറ്റൊന്നുമല്ല, ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ മില്ലിനറാണ് അയാൾ. ആ കോടീശ്വരനായ മനുഷ്യനെ ഒരു ബെഗ്ഗറുടെ വേഷം കെട്ടിയിട്ട് ഒരു പടം വരയ്ക്കണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ എൻ്റെ സ്റ്റുഡിയോയ്ക്ക് അദ്ദേഹം വന്നതാണ്. അദ്ദേഹം ബെഗ്ഗറുടെ വേഷത്തിൽ എന്നിട്ട് ആ പണി പൂർത്തിയാക്കുന്നതിന്റെ ഇടയ്ക്കാണ് താങ്കൾ വന്ന് അദ്ദേഹത്തിന് ആ 10 തുട്ട് കൊടുക്കാൻ ഇടയായി തീർന്നത്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. എൻ്റെ ആ മോഡല് അത്ര കൃത്യമായതുകൊണ്ടാണല്ലോ ആ പാവത്തിന് എനിക്ക് പൈസ തരാൻ തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ചിത്രവര കഴിഞ്ഞപ്പോൾ കുറെ പറഞ്ഞ് ചിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹഗിക്ക് ആകെ വിഷമായി. അയ്യോ, ഞാൻ അറിഞ്ഞില്ല, ഞാനിത് ചെയ്തത് അബദ്ധമായി പോയല്ലേ എന്ന് പറഞ്ഞപ്പോ സ്നേഹിതൻ പറഞ്ഞു, അബദ്ധമായിട്ടൊന്നുമില്ല, അദ്ദേഹം ആരും പൈസ കിട്ടിയാൽ ഇത് വെറുതെ ആക്കില്ല, അത് തനിക്ക് വേണ്ടി നിക്ഷേപിച്ചോളും, അതിന്റെ പലിശ സഹിതം തനിക്ക് വല്ലപ്പോഴും കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഹഗി ചോദിച്ചു, നീ എന്നെ കുറിച്ച് ഇതിന് പറഞ്ഞോ? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചപ്പോൾ നിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുത്തു. പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നതാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു. ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ആ പാവം വേദനിക്കുകയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു. പക്ഷേ അതൊക്കെ നീ പൈസ കൊടുത്തു എന്ന് പറയുന്നതിന് മുമ്പാണ് അതൊക്കെ സംസാരിച്ചത്. എല്ലാം കഴിഞ്ഞ അവസാനമാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ 10 തുട്ട് അദ്ദേഹം തന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് ചിരി അടക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അതിക്ക് ആകെ ടെൻഷനായി. അയ്യോ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇങ്ങനെ വിചാരിച്ചതല്ല, ഞാൻ ബെഗ്രാന്ന് വിചാരിച്ചാ കൊടുത്തത്, മോഡലാണ്, ഞാൻ ഓർത്തില്ല സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു. ഈ സ്നേഹിതനാണെങ്കിൽ ചിരിയോട് ചിരി, കൂടുതൽ പറയുന്നില്ല, 2 ആദ്യം പറഞ്ഞതേ ഉള്ളൂ, എന്റെ ചിരി തന്നെ. പേടിക്കണ്ട, അത് തനിക്ക് വേണ്ടി അദ്ദേഹം നിക്ഷേപിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങേക്ക് ആകെ വിഷമായി. കോടീശ്വരനെ ഞാൻ ഈ 10 തുട്ടുകൾ കൊടുത്തത് മോശമായി പോയില്ലേ എന്നൊക്കെ അദ്ദേഹം തന്നെ ശപിച്ചുകൊണ്ട് പ്രാഗിക്കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ അദ്ദേഹത്തിന്റെ ഡോർബെൽ അടിച്ചു. അഗി വന്നു നോക്കിയപ്പോൾ അപരിചിതനായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള സോ ആൻഡ് സോ പറഞ്ഞിട്ട് ഞാൻ വരികയാണ്, ഇത് നിങ്ങളെ ഏൽപ്പിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ വലിയ തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനെ ഞാൻ അറിയാതെ, അദ്ദേഹം ആരാണെന്ന് അറിയാതെ കുറച്ച് തുട്ടുകൾ സമ്മാനിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിന് മോഡലായിട്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ അറിയാതെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു പോയിരുന്നു. അപ്പൊ വന്ന മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, ഇദ്ദേഹം തങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നതാണത്. ഇദ്ദേഹം ഹഗി വിചാരിച്ചത് അദ്ദേഹത്തിന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം ശിക്ഷ വാങ്ങിച്ചു തരാനായിരിക്കും എന്നൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ള 10,000 പൗണ്ട്സ് എഴുതിയിട്ട് പറയാണ്, എ വെഡിങ് പ്രസന്റ് ഫ്രം എ ബെഗർ. എ വെഡിങ് പ്രസന്റ് ഫ്രം എ ബെഗർ എന്നാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഒരു 10,000 രൂപയുടെ ചെക്കാണ്, 10,000 പൗണ്ട്സിന്റെ ചെക്കാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഇത് കിട്ടിയ വഴിക്ക് ഇദ്ദേഹം സ്റ്റുഡിയോയിലേക്ക് ഓടി ആ മനുഷ്യരോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം വീട്ടിച്ചിരിക്കാൻ തുടങ്ങി.
ഞാൻ അപ്പോഴേ പറഞ്ഞുള്ളൂ നിന്നോട്, നിന്റെ പണം കിട്ടിയാൽ അത് സേവിച്ചു വെക്കും, അത് ഇൻട്രസ്റ്റ് കൊണ്ട് എനിക്ക് തിരിച്ചു വിടുന്നൊക്കെ പറഞ്ഞില്ലേ. ഇത്ര വേഗം തിരിച്ചു ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു. അദ്ദേഹത്തിന്റെ ആ സ്നേഹിതൻ പറഞ്ഞനുസരിച്ച് തന്റെ പ്രാണസഖിയായിട്ടുള്ള അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചെക്ക് കൈമാറിക്കൊണ്ട് വിവാഹത്തിന് ദിവസം നിശ്ചയിച്ചു. വിവാഹത്തിന് ദിവസം നിശ്ചയിച്ചപ്പോൾ ആദ്യം ഹഗി പോയിട്ട് തന്റെ സ്നേഹിതനെയും കൂട്ടി ദിലിനെ പോയി ക്ഷണിച്ചു. യു ഷുഡ് ബി ദ ബെസ്റ്റ് മാൻ, എന്റെ ഒപ്പം നിൽക്കുന്ന ആ ബെസ്റ്റ് മാൻ ആയിട്ട് താങ്കൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. അദ്ദേഹം ചിരിച്ചു. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും എന്നെ എൻ്റെ മോഡലിലെ ഏറ്റവും അംഗീകാരം കിട്ടിയത് താങ്കളിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തുഷ്ടനാണ്, തീർച്ചയായിട്ടും ഞാൻ ആ കല്യാണത്തിൽ വരും എന്ന് പറഞ്ഞു. ആ കല്യാണത്തിന് അദ്ദേഹം പങ്കെടുത്തപ്പോൾ നമ്മുടെ ഹഗിയുടെ സ്നേഹിതൻ ഒരു വാചകം പറഞ്ഞു. അത് പ്രകാരമായിരുന്നു, മില്ലിനർ മോഡൽസ് ആൻഡ് മോഡൽ മില്ലിനർ. ഇത് ഒന്ന് വളരെ സുലഭമാണ്. മില്ലിയൻ മോഡൽസ് ഒരുപാട് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ മോഡൽ മില്ലിനർ വളരെ അപൂർവമേ ഉണ്ടാകാവാറുള്ളൂ. അങ്ങനെയുള്ള ഒരു അപൂർവ മോഡൽ മില്ലിയനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ മില്ലിനറെ വന്നിട്ടുള്ള എല്ലാ ആളുകളും മുമ്പ് വെച്ച് അദ്ദേഹം ഒന്ന് പ്രത്യേകമായി പ്രകീർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഈ മോഡൽ മില്ലിയനെ ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയായി തീർന്ന ഹഗിയെ പ്രശംസിച്ചുകൊണ്ട് അന്ന് ഒരു നോട്ട് പറയുകയും ചെയ്തു. ഓസ്കർ വൈൽഡിന്റെ മോഡൽ മില്ലിയൻ എന്ന് പറയുന്ന കഥയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കേട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു. താങ്ക് യു സർ. വളരെ മനോഹരമായ ഒത്തിരി ഐഡിയാസ് അല്ലെങ്കിൽ സ്റ്റോറികൾ അല്ലെങ്കിൽ അതിൻ്റെ മർമ്മമുള്ള കഥ എന്ന് നമുക്ക് പറയാം. പേര് അതുപോലെ തന്നെയാണ്, മില്ലിനെയർ മോഡൽ ആൻഡ് മോഡൽ മില്ലിനെയർ. ഒരു മില്ലിനെയറിനും ഒരു ഭിക്ഷക്കാരൻ്റെ രൂപം വെച്ച് ഒരു മോഡലാകണമെന്ന് ചിന്തിക്കാൻ ഉള്ള സാധ്യതകളില്ല. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം വരികയും ആ ആഗ്രഹത്തിലൂടെ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം എന്നോളം കൃത്യമായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുകയും ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിലൂടെ ഒരു നല്ല സഹായസ്ഥങ്ങളാക്കാൻ സാധിച്ച ആ വ്യക്തിയെ തീർച്ചയായിട്ടും ഒരു മോഡൽ മില്ലിനെയർ എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇത് സത്യത്തിൽ ഇതാണ് സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യം, അല്ലേ? നമ്മളുടെ ഭാവപ്പകർച്ചയിലും കാഴ്ചയിലും ഒന്നുമല്ല, എല്ലാം അകത്താണ്, ഉള്ളിലാണ് ഇരിക്കുന്നത്. ഉള്ളിൽ ഇരിക്കുന്ന ആ കാര്യത്തെ കൃത്യമായി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഒരു മോഡൽ ഒരു നല്ല മാതൃകയായി മാറുന്നത് എന്ന് വളരെ കൃത്യമായി സാറിൻ്റെ കഥയിലൂടെ വ്യക്തമായി. താങ്ക് യു സാർ. റോയ് സാർ. ഓക്കെ സാർ. ഏതായാലും സാറ് പറഞ്ഞു തുടങ്ങിയത് ഭംഗിയും ബുദ്ധിയും ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായാലും വിവാഹം നടക്കണമെങ്കിൽ സാമ്പത്തികമാണ് പ്രശ്നം എന്നാണ് സാറ് കഥയിൽ തുടങ്ങി വെച്ചത്. പക്ഷേ അതിലൂടെ നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോഴാണ് ഒരു കോടീശ്വരൻ്റെ ചില ക്വാളിറ്റികളെ കുറിച്ച് ശ്രദ്ധിക്കാൻ വന്നത്, ഇവരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നത്. കോടീശ്വരനായ ആൾക്ക് ദരിദ്രനായിരുന്നാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ ഒരു ആഗ്രഹം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു മോഡലായിട്ട് വന്ന് പടം വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഭിക്ഷക്കാരൻ്റെ വേഷം വളരെയധികം ഭിക്ഷക്കാരനാണെന്ന് ശരിക്കും തോന്നുന്ന വിധത്തിലുള്ള ഒന്നായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പയ്യൻ, അതായത് ഈ വിവാഹം ആഗ്രഹിച്ചിരുന്ന ആള് അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന ഒരു പ്രസന്റ് ആയിട്ട് കൊടുത്തത്, പ്രസന്റ് അല്ല, ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നതിന് സഹതാപം കൊണ്ട് കൊടുത്ത ഒരു കാര്യമായിരുന്നു. എങ്കിലും മില്ലനായർ വിചാരിച്ചത് എൻ്റെ മോഡല് വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം ഒരു ബെഗറായിട്ട് തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച മോഡൽ ചെയ്തയാള് ആ ബെഗറായിട്ട് തന്നെ തോന്നിയല്ലോ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അപ്രീസിയേഷൻ
അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹാനുഭൂതിയും ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനാണെങ്കിലും ഈ മറ്റുള്ളവരോട് സഹാനുഭൂതിയും മറ്റതും തോന്നിക്കഴിഞ്ഞാൽ അത് ഒരു നല്ല ക്വാളിറ്റിയാണെന്നും അത് അദ്ദേഹത്തിന് തന്നെ ഒത്തിരി ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഈ കഥയിൽ നിന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എത്ര സാമ്പത്തികമായി ഉയർത്തി നിൽക്കുന്ന ആൾക്കും മനുഷ്യൻ്റെ ഒരു ബഗറിൻ്റെ രൂപത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നറിയാനുള്ള ഒരാഗ്രഹവും ആ ഒരു സിംപ്ലിസിറ്റി എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരാഗ്രഹമുണ്ട് എന്നതും മനസ്സിലായി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഒരു വലിയ കാര്യം നടന്നത്. ഏതാ? ഈ ബുദ്ധിയും ഭംഗിയും ഉണ്ടെങ്കിലും വിവാഹം നടക്കാൻ സാമ്പത്തികം വേണമെന്ന് പറഞ്ഞു. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. മാത്രമല്ല ആ വിവാഹ വേദിയിൽ വളരെയധികം പ്രശംസിക്കുവാനും ഒക്കെ ഒരവസരം കിട്ടി. അപ്പോൾ കഥയിലെ കാര്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സാമ്പത്തികം ഒരു വലിയ വിഷയമാണെന്നും സാമ്പത്തികമുള്ള ആൾക്കാർക്ക് സാമ്പത്തികമില്ലാത്ത അവസ്ഥ കാണുന്നത് ഒരു സന്തോഷം തരുന്നതാണെന്നും അതുപോലെ തന്നെ സഹതാപവും സിമ്പതിയൊക്കെ തോന്നുന്നത് മനുഷ്യ ജീവിതത്തിൽ ഒത്തിരി ഗുണം ഉണ്ടാകുമെന്നും മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് ഞാൻ ലാസൻ സാറിൻ്റെ കഥയിൽ നിന്ന് മനസ്സിലാക്കി. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, രമാവതി മാം പറഞ്ഞോളൂ. കേട്ടോ? കഥ കേട്ടോ? കഥ കേട്ടില്ല, ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. രാജേഷ് സാർ പറയട്ടെ. രാജേഷ് സാർ ഇങ്ങോട്ട് ആവുന്നില്ലേ? ഇത് പറ്റി? ഞാൻ പറയാം സാറേ. രാജേഷ് സാർ വന്നു. ഒരു മിനിറ്റ് രാജേഷ് സാർ ഒന്ന് പറഞ്ഞോട്ടെ. അവിചാരിതമായിട്ടാണെങ്കിലും മുടങ്ങിയ കല്യാണം നടക്കാനുള്ള ഒരു അവസരമാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായി ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുന്നത് അത് കണ്ട് ദരിദ്രനാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ 10 കോയിൻ കൊടുക്കുന്നു. പിന്നെ മനസ്സിലാക്കുന്നു അയാളൊരു കോടീശ്വരനായിരുന്നു എന്ന്. പക്ഷെ അയാളുടെ ഭാഗ്യമാണ് ആ ചിത്രത്തിലൂടെ തെളിഞ്ഞു വന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണല്ലോ കല്യാണം നടക്കുന്നത്. ഇപ്പം എത്ര പണക്കാരനായാലും ആ സഹായിക്കാനുള്ള ആ മഹാമനസ്കത, സഹായിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലല്ലോ. സഹായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? തൻ്റെ ചിത്രം മോഡൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും സഹായിക്കാനുള്ള ആ സന്മനസ്സിനെയാണ് ഞാൻ അപ്രീസിയേഷൻ ചെയ്യുന്നത്. അങ്ങനെ വിവാഹം നടന്നു, നല്ലൊരു ജീവിതം കിട്ടി, അപ്രീസിയേഷനും കിട്ടി. വിവാഹ സമയത്ത് കോടീശ്വരനായ മനുഷ്യനെ വിവാഹവേദിയിലേക്ക് ക്ഷണിക്കാനുള്ളൊരവസരവും. വളരെ നല്ല കഥ. മറ്റുള്ളവരുടെ കഥകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥയാണ്. താങ്ക് യു സാർ. താങ്ക് യു മാം. രാജേഷ് സാർ പറഞ്ഞു. താങ്ക് യു സാബു സാർ. കഥകളുടെ രാജകുമാരൻ ഞങ്ങൾ വർഷങ്ങളായിട്ട് ലാസൻ സാറിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഞാൻ ഓർക്കുന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് സെഷനിലൊക്കെയും ഒന്നാദ്യം കഥ പറയുന്നത് തുടങ്ങിയ അവസരം. കഥകൾ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ലാസൻ സാർ പറയുമ്പോഴത്തേക്ക് കഥയുടെ ഒരു അംശവും വിട്ടുപോകാതെ വൈകാരികമായിട്ടുള്ള എല്ലാ അംശവും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കഥ പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം പ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം മൂല്യമുള്ളതായിട്ടുള്ള കഥകളാണ് അദ്ദേഹം പറയാറുള്ളത്. ഇപ്പോൾ ON ഹെൻറിയുടെ മില്ലിയനർ മോഡൽ എന്നുള്ള കഥയാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില കഥകളൊക്കെ ഓർക്കുകയാണ്. ദ ലാസ്റ്റ് ലീഫ്, അതുപോലെ ദി ഗിഫ്റ്റ് ഓഫ് ദ മാജൈ, ഇതൊക്കെയും ON ഹെൻറിയുടെ കഥകൾ തന്നെയാണ്.
വളരെ മാനുഷിക മൂല്യമുള്ള, വളരെയധികം കലാമൂല്യമുള്ളതായിട്ടുള്ള കഥകളാണ് ഒ ഹെൻറി എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഒട്ടും തന്നെ അതിൻ്റെ വികാരാംശം ഒട്ടും ചോരാതെ തന്നെ ലാപ്സൻ സാർ അതുപോലെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം നമുക്ക് അത്ഭുതം ഉണ്ടാക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ കഥയും വ്യത്യസ്തമല്ല, വളരെ ഭംഗിയായിട്ട് സാർ അവതരിപ്പിച്ചു. ഇവിടെയും മാനുഷിക മൂല്യങ്ങൾ, അതായത് മനുഷ്യ മൂല്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥയാണ് മില്ലിയനർ മോഡൽ എന്ന് പറയുന്ന ഈ കഥ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ സഹാനുഭൂതിയും അതുപോലെ തന്നെ സഹതാപവും ഒക്കെയും മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. അതൊക്കെയും മാനുഷിക മൂല്യങ്ങളാണെന്നുള്ളത് വളരെ അരക്കെട്ട് ഉറപ്പിച്ച് പറയുന്നൊരു കഥയാണിത്. അവിടെ വളരെയധികം പ്രയാസമുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന് വിവാഹം കഴിക്കാൻ പോലും ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോൾ അവനോട് സഹതാപം തോന്നിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്കെന്തുണ്ട്, എനിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും. പലപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ട് നാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് തന്നെ ഇല്ല, പിന്നെ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇവിടെ ഈ വ്യക്തിക്ക് തനിക്ക് വിവാഹം കഴിക്കാനുള്ള പണം പോലും ഇല്ലാതിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒന്നുമില്ലാതിരുന്ന ആ വ്യക്തി തന്നിലുണ്ടായിരുന്ന ആ നാണയത്തൊട്ടുകൾ ഈ ബഗറിന് താൻ വിചാരിച്ച ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്. അപ്പം ആ സഹാനുഭൂതി അല്ലെങ്കിൽ ആ സഹതാപം അത് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഉന്നതങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുമെന്നുള്ളത് ഈ കഥ നമ്മളെ വ്യക്തമാക്കുന്നു. താണനിലത്തെ നീരൊടുകുന്നുള്ളതായിട്ടുള്ള അവസ്ഥ, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ദൈവം സഹായിക്കും എന്നുള്ളതായിട്ടുള്ള ചിന്ത ഇപ്പോൾ ഇവിടെയാണ്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ബില്ലിന് ഇവിടെ ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച വ്യക്തിക്ക് അവസാനം തൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നത് താൻ ചെയ്തതായിട്ടുള്ള പുണ്യപ്രവൃത്തിയിൽ കൂടിയാണെന്ന് പറയാൻ സാധിക്കും. ഒരുപക്ഷെ അത് ഇൻഡയറക്റ്റായിട്ട് നമ്മൾ കാണുകയാണ്. പക്ഷേ വളരെയധികം ചുറ്റിത്തിരിഞ്ഞ അവസാനം ആ കഥ അവിടെ അവസാനിക്കുകയാണ്. അത് പരിവേശവസ്ഥേനയായി കോമഡിയായിട്ട് ശുഭപരിവേശവസ്ഥേനയായ ഒരു കഥയായിട്ട് ഈ ഒ ഹെൻറിയുടെ കഥകൾ, അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ മിക്കവാറും ഇങ്ങനെയുള്ള കഥകളാണ്. തീർച്ചയായിട്ടും ഈ കഥ അവതരിപ്പിച്ചതായിട്ടുള്ള സാറിനെ ഒന്നുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും ഇടയ്ക്കേക്ക് കടന്നു വന്നിട്ട് ഇങ്ങനെയുള്ള പ്രസിദ്ധമായ വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വലിയ എഴുത്തുകാരുടെ കഥകളുമായിട്ട് കടന്നു വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സാബു സാറിലേക്ക് സാജൻ സാർ. സാർ, വളരെ രസകരമായ നല്ലൊരു കഥയാണ് ഇന്ന് സാർ അവതരിപ്പിച്ചത്. ഓസ്കർ വൈൽഡിന്റെ മോഡൽ മില്യനെയർ. ഏറെക്കാലം ഇത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു കഥയാണ്. കുട്ടികളൊക്കെ വളരെയധികം ആസ്വദിച്ച് പഠിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറി കൂടെയാണ് ഈ മോഡൽ മില്യനെയർ എന്നുള്ളത്. അതിനകത്ത് വളരെ രസകരമായ ഒരു വാക്യം തന്നെയുണ്ട്. ഞാൻ ആ സെന്റൻസ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ മില്യനെയറിനെ കുറിച്ച് പിന്നീട് പറയുന്ന ഒരു സെന്റൻസ് ആണ്, ഹി മേ ബി എ മോഡൽ ടു ദ പെയിന്റർ ബട്ട് എ മോഡൽ ടു ഓൾ മില്യനേഴ്സ്. ആ ചിത്രം വരച്ച പെയിന്ററിനെ സംബന്ധിച്ച് അയാൾ വെറും ഒരു മോഡലാണ്. പക്ഷെ മറ്റ് മില്യനെയർമാർക്ക് എല്ലാവർക്കും ഈ മില്യനെയർ ഒരു വലിയ മാതൃകയാണ്. നമുക്കറിയാം, സമൂഹത്തിൽ പലരെയും നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ്, അവരെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. അപ്പൊ കാഴ്ചയെ നോക്കിയിട്ടല്ല ഒരാളെ വിലയിരുത്തേണ്ടത്. ഇയാളെ കാഴ്ചയിൽ ഇയാളൊരു ബഗറാണ്, പക്ഷെ അയാൾ ഒരു മില്യനെയർ ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയുന്നത്. അതുപോലെ മില്യനേഴ്സിനൊക്കെ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ മില്യനേഴ്സിൽ വളരെ വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു വലിയൊരു ക്വാളിറ്റി ഇയാൾക്കുള്ള ഒരു എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എമ്പതി എന്നുള്ള ക്വാളിറ്റിയാണ്. ആ എമ്പതിക്ക് ഉടമയായിട്ടുള്ള ഒരു മില്യനെയർ ആയിരുന്നു. വിവാഹം നടക്കാത്ത അല്ലെങ്കിൽ വിവാഹത്തിന് തടസ്സം നേരിട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ സഹായിക്കാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ കഥ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ പല ആംഗിളിൽ തരുന്നുണ്ട്. അതിലൊന്ന് മാത്രം ഞാൻ പറയട്ടെ, നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാതൃകയായിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും പണം കൊണ്ട് സഹായിക്കാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ആശ്വാസ വാക്കുകൾ പറയാനും സമയോചിതമായിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാനും നമുക്ക് കഴിയണം. ഓസ്കർ വൈൽഡിന്റെ തന്നെ പ്രസിദ്ധമായ മറ്റൊരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഓസ്കർ വൈൽഡ് ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ടു ലീവ് ഇൻ ദിസ് വേൾഡ് ഈസ് എ റെയർ തിങ്
മോസ്റ്റ് പീപ്പിൾ ജസ്റ്റ് എക്സിസ്റ്റ്. പല ആൾക്കാരും വെറുതെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് എല്ലാവർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അർത്ഥവത്തായിട്ട് ജീവിതം നയിച്ച ഒരു മില്യനെയറിനെയാണ് നമ്മൾ ഈ കഥയിൽ പരിചയപ്പെട്ടത്. നമുക്കറിയാം, ലൈഫ് എന്നുള്ള വാക്കിനകത്ത് LIFE 4 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളത്. ആദ്യത്തെ ലെറ്റർ L എന്നുള്ള ലെറ്റർ സൂചിപ്പിക്കുന്ന ലൈഫ് ഈസ് ഫോർ ലിവിങ്, ജീവിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക. നമ്മുടെ ജീവിതം ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ട്, നമ്മളൊക്കെ മൈൻഡ്ഫുൾനെസ് ഒക്കെ പഠിക്കുന്നവരാണ്, ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിതം നയിക്കാനായിട്ട് പറ്റുക. ലൈഫ് ഈസ് ഫോർ ലീവ്, നല്ല രീതിയിൽ ജീവിക്കുക. രണ്ടാമത്തെ ലെറ്റർ I എന്നുള്ള ലെറ്റർ സൂചിപ്പിക്കുന്ന ഇൻഫ്ലുവൻസ്, മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട്, മറ്റുള്ളവരിൽ ഒരു നല്ല സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളായിട്ട് മാറാനായിട്ട് നമുക്ക് കഴിയണം. F എന്നുള്ള ലെറ്റർ ലൈഫ് ഈസ് ടു ഫുൾഫിൽ, നമ്മളെ ചില ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനാണ് നമ്മളെ ഈ ലോകത്താക്കിയിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ തൊഴിൽ മേഖലയിലായിരിക്കാം, നമ്മളായിരിക്കുന്ന സമൂഹത്തിലായിരിക്കാം. ആ ഫുൾഫിൽ അല്ലെങ്കിൽ പൂർത്തീകരണം എന്നൊരു ദൗത്യം നമ്മൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ ലെറ്ററിൽ LIFE എന്നുള്ള ലെറ്റർ സൂചിപ്പിക്കുന്നത് എൻലാർജ്, വിപുലപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ് വിപുലപ്പെടുത്തേണ്ടത്? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാ അർത്ഥത്തിലും വിപുലപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. സൗഹൃദങ്ങൾ വിപുലപ്പെടുത്തണം, മറ്റു കാര്യങ്ങൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ മാർഗങ്ങളും വിപുലപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട്, മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്, വിപുലപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. അതിനുള്ള അവസരങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ കാണാം എന്ന് പഠിപ്പിച്ച ഒരു നല്ലൊരു എഴുത്തുകാരൻ കൂടെയാണ് ഈ ഓസ്കർ വൈൽഡ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കരുതുക, ആ ഒരു വലിയ സന്ദേശം ഈ കഥയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ലൈഫിന്, നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം ഉണ്ടാകുന്നത് മറ്റുള്ളവരെ കരുതുമ്പോഴാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന സമയം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ധനം, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇതിനകത്തുള്ള മില്ലനെയറിനെ പോലെ നമ്മളും നല്ല മോഡലായിട്ട് മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്. താങ്ക് യു സാർ. മുലാന സാർ ഉണ്ടോ? പറയൂ ഞാൻ സാർ. പറയാം സാർ. ലോസൻ സാർ ചുരുങ്ങിയ വാക്കുകളിൽ നല്ലൊരു കഥ. ഇന്നലെ ഇറ്റ് ഈസ് റിട്ടൺ, ആ അവസ്ഥയിലേക്കാണ് ആ കഥയെ കൊണ്ടുപോയത്. ഇറ്റ് ഈസ് റിട്ടൺ, ആ വിവാഹം എന്നതും വൺസ് ഇറ്റ് ഈസ് റിട്ടൺ, ആ പോയിന്റിലേക്കാണ് നമ്മളെ എത്തിച്ചത്. എല്ലാം ഉണ്ട്, പണമില്ല, വിവാഹമില്ല. കേൾക്കുന്നുണ്ട് സാർ? കേൾക്കാം. യെസ്. എല്ലാമുണ്ട്, സൗന്ദര്യമുണ്ട്, കഴിവുണ്ട്, പക്ഷെ പണമില്ല. അതൊരു കുറവായി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളെ നയിക്കുന്ന ആള് എഴുതി പിടിപ്പിച്ചൊരു കാര്യമുണ്ട്, നടക്കേണ്ടത്. അതിനാണ് ആ കോടീശ്വരനെ പിച്ചക്കാരനായി ഇദ്ദേഹത്തിന്റെ മുൻപിൽ എത്തിച്ചത്. ഭംഗിയായി നടത്തിയതിൻ്റെ കൂലിയായിട്ട് നല്ലൊരു മോഡലിനെ കിട്ടിയ സന്തോഷം കൊണ്ട് കൊടുത്ത ചെറിയ സംഖ്യ, അത് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് മടങ്ങി വന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കൊടുത്താൽ കിട്ടും, നമുക്ക് ചെറുത് കൊടുത്താൽ വലുത് കിട്ടും. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായത് നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് ഉറച്ച വിശ്വാസവും നമുക്ക് ആവശ്യമാണ്. എമ്പതി, നമ്മുടെ സാറ് പറഞ്ഞു, എമ്പതി, ആ എമ്പതറ്റിക് കണ്ടീഷൻ കൊണ്ട് മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈഡ് ലൈഫ് നടത്താനായിട്ട്, കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ എന്നൊരു പാഠവും കൂടി ഇതിനിടയിൽ ഒളിഞ്ഞു കിടക്കുന്നു. ഓക്കെ സാർ, നല്ലൊരു കഥ. താങ്ക് യു സാർ. താങ്ക് യു സാർ. സ്നേഹൃത മാം, ജോഷി സാർ. പറയട്ടെ സാർ, പറയട്ടെ. പറയൂ. സാറ് ടോപ്സൺ സാറ് വളരെ ലളിതമായി, വളരെ ഭംഗിയായി പറഞ്ഞ കഥ ഓസ്കാർ വൈൽഡിൻ്റെ മോഡൽ മില്യനെയർ. അതിൽ മാനുഷിക മൂല്യമാണ് രണ്ടുപേരുടേത് ഞാൻ കാണുന്നത്. പണമില്ല, എന്ന് മാത്രമേ ഉള്ളൂ ഒരു കുറവ്. സൗന്ദര്യമുണ്ട്, ബുദ്ധിയുണ്ട്, അത് രണ്ടും ഉണ്ടായിട്ടും പണമില്ല. പക്ഷെ അയാൾക്ക് ഉള്ള അതിനേക്കാളും വലിയൊരു ക്വാളിറ്റി
മാനുഷിക മൂല്യം. അതുകൊണ്ടാണല്ലോ കയ്യിലുള്ള ചെറിയ തുക അത് മില്യനെയറാണെന്ന് അറിയാതെ പിച്ചക്കാരനാണെന്ന് വിചാരിച്ച് കൊടുക്കാനുള്ള ആ മനസ്സ്, അല്ലെ? വിധവയുടെ കൊച്ചുകാശെന്ന് പറയുന്ന പോലെ ഇല്ലാത്തത് കയ്യിൽ തീരെ ഇല്ലെങ്കിലും കൊടുക്കാനുള്ള ആ നല്ല മനസ്സ്, ആ മൂല്യബോധം. അപ്പോൾ അത് കണ്ടിട്ട് ആ മില്യനെയറിനും അതേ മൂല്യബോധം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇയാളുടെ അവസ്ഥ അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കാനുള്ള ഒരു പാഠമാണ് ഇതിൽ കൂടെ. നേരത്തെ ആ സാറ് പറഞ്ഞു ഇത് പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പാഠം അതാണ്, ആ മൂല്യബോധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ നല്ലതാണ് ഇത്തരം കഥകൾ. താങ്ക് യു ലോബ്സൺ സാർ. താങ്ക് യു മാം. ജോഷ് സാർ. കഥ തിരഞ്ഞെടുക്കുന്നതിലും കഥ അവതരിപ്പിക്കുന്നതിലും ലോബ്സൺ സാറിൻ്റെ കഴിവ് ഒരിക്കൽ കൂടി ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. ലോകപ്രശസ്തനായ ഓസ്കാർ വൈൽഡിൻ്റെ ഈ മനോഹരമായ കഥ ഇന്ന് അവതരിപ്പിക്കുന്നതിലൂടെ മാനവ ലോകത്തിന് അല്ലെങ്കിൽ ഈ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് നൽകിയ വലിയൊരു മൂല്യം. ഞാൻ ഒരു ബൈബിൾ വാക്യവും മറ്റൊരു സംഭവവുമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ലോകത്തിൽ ഒരുപാട് സുന്ദരിമാർ ഉണ്ട്. ഒരുപാട് പേർക്ക് ലോക സുന്ദരിപ്പട്ടവും അല്ലെങ്കിൽ മിസ് ഇന്ത്യയും മിസ് കേരളയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ കുറെ ആരാധകരും ഈ ഭൂമിയിൽ ഉണ്ട്, തർക്കമില്ല. എന്നാൽ കൽക്കട്ടയുടെ തെരുവീതിയിൽ വലിയൊരു പ്രവർത്തനം നടത്തിയ മദർ തെരേസയുടെ സൗന്ദര്യവും നമുക്ക് ഏറെക്കുറെ കണ്ട് മനസ്സിലാക്കാം. എന്നാൽ ഏതൊരു താരറാണിക്കും കിട്ടിയതിനേക്കാൾ വലിയ ആരാധന, വലിയ ആരാധക വൃന്ദം മദർ തെരേസയ്ക്കാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഈ കഥ അത്തരം ഒരു ചിന്തയിലേക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. മറ്റൊരു ബൈബിൾ വാക്യം എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നത്, ഞാൻ ഈ പോയ ദിനത്തിൽ എൻ്റെ സദ്വിചാരത്തിൽ കോട്ട് ചെയ്ത ബൈബിൾ വാക്യമാണ്. അവൻ വിലയേറിയ രത്നം കണ്ടെത്തുമ്പോൾ, നിധി കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ പറമ്പ് വാങ്ങുന്നു. സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പത്ത് പാവമോ സമ്പത്ത് തിന്മയോ സമ്പത്ത് പിശാചോ ഒന്നുമല്ല. പക്ഷേ സമ്പത്താണ് എല്ലാം എന്ന് വിചാരിക്കുന്നതാണ് അബദ്ധവും അപകടവും. അതുകൊണ്ട് ഈ സമ്പത്തിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ സമ്പത്തിനെ, നമ്മുടെ നാണയ സമ്പത്തിനെ വിറ്റിട്ട് നിധി വാങ്ങുന്നു. നിധിയാണ് ദരിദ്രരുടെ പക്ഷം ചേരുക. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇവിടെ ബൈബിൾ വാക്യമായിട്ടൊന്നും ഓസ്കാർ വൈൽഡ്സ് പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം ആ ഒരു വലിയ ഇൻസ്പിരേഷനിൽ ആണെന്നും ഞാൻ ധരിക്കുകയാണ്. ലോകപ്രശസ്തമായ അനവധി കഥകൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വലിയ വലിയ അനേകം എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രാത്രി നന്മയുടെ രാത്രിയാണ്, മൂല്യങ്ങളുടെ രാത്രിയാണ്. സാറിൻ്റെ ഉദ്യമം വിജയിച്ചിട്ടുണ്ട്. ഇവിടെ പങ്കുവച്ച എല്ലാവരുടെയും ആ പങ്കുവെക്കലിൽ ഈ മൂല്യമാണ് പുറത്തേക്ക് വന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു സാർ. വേറെ ഇനി ആർക്കെങ്കിലും ജോർജ് സാർ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാബ്സൻ സാർ നമുക്കൊരു ലാസ്റ്റ് കമന്റിലേക്ക് പോകും. ഓക്കെ, എല്ലാ വശങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കൂടുതലൊന്നും ആഡ് ചെയ്യാനായിട്ടില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യം കൂടെ ഇതിനോട് ചേർത്ത് പറയാനാണെങ്കിൽ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, തൻ്റെ കയ്യിലുള്ളത് എന്താണെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു എമ്പതിക് ചിന്താഗതി. ആ എമ്പത്തറ്റിക് ചിന്താഗതിയാണ് അമ്മയൊക്കെ നയിക്കുന്നതും വളർത്തുന്നതും. നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചിലപ്പോൾ പൈസയല്ല കൊടുക്കാനുണ്ടാവുക, ഒരു വാക്കായിരിക്കും, ഒരു നോക്കായിരിക്കാം, ഒരു പുഞ്ചിരി ആയിരിക്കാം. അത് മതി പലർക്കും ഉയർന്നു വരാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. പണ്ട് കാലത്ത് വീണവനെ അവിടെ ഇട്ട് ചവിട്ടുന്ന അല്ലെങ്കിൽ തല്ലുന്ന രീതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിന്റെ ആവശ്യം അതല്ല. വീണ് കിടക്കുന്നവനെ കൈപ്പിടിച്ച് നേൽപ്പിക്കാനായിട്ട്. അവന്റെ കുറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോൾ വീഴ്ച വന്നിട്ടുണ്ടാകുക. എങ്കിലും ഒന്ന് കൈ താങ്ങി കൊടുത്തുകൊണ്ട് ചെറിയൊരു പ്രോത്സാഹനം കൊടുത്താൽ ചിലപ്പോ ഒരു വലിയ പദവിയിലേക്ക് എത്താനായിട്ട് സാധിക്കുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ഒരു സഹായം ചെയ്തു കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്കിതിനോട് ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സുഹൃത്ത് വലിയ റോൾ അഖില ജീവിതത്തിൽ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന്റെ സകല കാര്യങ്ങളും ഈ മില്ലിനോട് ഒരുപക്ഷെ പറഞ്ഞത് ഹഗിയെ ശരിയായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും തൻ്റെ കയ്യിലുള്ളത് കൊടുക്കാനായിട്ട് ഹഗി കാണിച്ച ആ നല്ല മനസ്സിനെയാണ് ആ കോടീശ്വരൻ ശരിക്കും കണ്ടിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഓസ്കർ വൈൽഡ് പറഞ്ഞത്, മോഡൽ മില്ലിനേഴ്സ് ആർ വെരി റെയർ എന്ന് പറയാൻ കാരണം. മില്ലിയൻ മോഡലേഴ്സ് ആർ റെയർ, ബട്ട് മോഡൽ മില്ലിനേഴ്സ് ആർ റെയർ സ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, പക്ഷെ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല, വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ വലിയ ഉപകാരമായിട്ട് മാറിയേക്കാം. ആ മില്ലിനെ സംബന്ധിച്ച് ഒരു 10,000 pounds ഇറ്റ് ഇസ് നത്തിങ്, അദ്ദേഹത്തിന് അതൊന്നുമല്ല. പക്ഷേ അതുകൊണ്ട് ഒരാൾക്ക് കരയേറി വരാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ ക്ലാസ് നടക്കുമ്പോൾ നമ്മൾ മറ്റവർക്ക് സഹായം ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പോൾ വലിയ കാര്യം അവർ ചെയ്യുന്നുണ്ടാകുക, പക്ഷേ അതിലൂടെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വൻ കാര്യങ്ങൾ നേടുവാൻ സാധിച്ചു വന്നേക്കാം. അങ്ങനെ ഒരു ചെറിയ സഹായമെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ തക്ക നമുക്ക് ഇടയായി തീർന്നാൽ ഇത് വലിയൊരു കാര്യമായിട്ട് പുണ്യമായിട്ട് നമുക്ക് പരിണമിക്കും എന്ന് യാതൊരു സംശയമില്ല. പിന്നെ ഇവിടെ കാര്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരുപക്ഷെ ചെറിയ സഹായം ചെയ്യുക, പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, നാം സഹായിച്ച വ്യക്തി നമ്മെ തിരിച്ച് സഹായിച്ചു എന്ന് വരില്ല. ഭാരപ്പെടേണ്ട. ഈ യൂണിവേഴ്സിന്റെ പ്രത്യേകത, അങ്ങനെ സഹായിക്കുന്നവരെ സഹായിക്കാനായിട്ട് യൂണിവേഴ്സ് മറ്റൊരു അവസരം ഉണ്ടാക്കി തരും. അത് എവിടെയാണ് നാം പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ നിന്നായിരിക്കാം ആ സഹായം വരുന്നത്. സഹായം വരുമ്പോഴാണ് നാം അത്ഭുതപ്പെട്ടു പോവുക, ഞാൻ ഈ ആംഗിളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ, അതെന്തുകൊണ്ട് സംഭവിച്ചു. അതിനുത്തരത്തിലേ ഉള്ളൂ, നമ്മുടെ മനസ്സുകൊണ്ട് നല്ലത് ചിന്തിച്ച് ചെറിയ കാര്യം എല്ലാം നല്ലത് ചെയ്തിട്ടുണ്ടാകാം. അതിന്റെ പ്രതിഫലം കൂടിയാണ് ഇത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരോ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവം നിയോഗിച്ചതാകാം. ഏതായാലും നമുക്ക് ലഭിക്കുന്ന അവസരം എല്ലാം ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധ്യമായി തീരട്ടെ എന്ന് മാത്രം അർപ്പിച്ചുകൊണ്ട് കഥ കേട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നിർത്തുന്നു. ദൈവം നമ്മെ സാറേ നമസ്കാരം. ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ സാറേ, ഇതില്ല കഥയായിട്ട് ബന്ധപ്പെട്ടല്ല, ഒരു ഈയിടെ ഞാൻ കേട്ടത് ഒരു വാട്സപ്പിൽ കണ്ട, അതായത് ഒരു പ്രായമുള്ള സ്ത്രീ ഒരു വീട്ടിൽ പോയിട്ട് ഒരുത്തൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗൾഫിൽ നിന്ന് വന്ന ഒരുത്തൻ. അപ്പൊ അവിടെ ഇരുന്നിട്ടാകുമ്പോ ഇവരെ നല്ല സ്നേഹത്തിൽ പേരൊക്കെ വിളിച്ച്, എങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അല്ല മോൻ വന്നിരുന്നെന്ന് അറിഞ്ഞോ, ഓണം അല്ലേ മോനെ, എനിക്കിങ്ങനെ ആരോടെങ്കിലും പൈസ ചോദിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാല് ആ പ്രദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും എടുത്ത് വളർത്തുന്ന ഒരു വേലക്കാരിയായിരുന്നു ആ സ്ത്രീ. അവനെ അതുപോലെ എടുത്തു വളർത്തിയതായിരുന്നു. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടാകുമ്പോ എന്തെങ്കിലും കിട്ടിയാൽ ഓണത്തിന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അവൻ പത്രം വായിക്കുന്നതിനിടയിൽ പറഞ്ഞു, അയ്യോ പേര് മറന്നുപോയി ഞാനവിടെ, അയ്യോ നിങ്ങളോടായിട്ട് പറയാതിരിക്കുക, അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് പൈസ ഒന്നുമില്ല, നമ്മളെ ഓണം ഇപ്രാവശ്യം അതുകൊണ്ട് എങ്ങനെ കഴിയുന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് പറഞ്ഞു. അവരങ്ങനെ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് ഭാര്യ ഉടനെ പറഞ്ഞു, അയ്യോ അവര് വന്നിരുന്നല്ലോ,
എന്താ നിങ്ങളൊന്നും കൊടുത്തില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ ഒക്കത്ത് പിന്നെ എടുത്തിട്ട് വളർത്തിയ അമ്മയാണ് അത് എന്നൊക്കെ. ഇപ്പൊ എന്താ ഒന്നും കൊടുക്കാതെ? ഗൾഫിൽ നിന്ന് വന്നാൽ ഇഷ്ടം പോലെ ഇല്ലേ കയ്യില് എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഓരോരാള് നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോ കേറി വരും. അവർക്കെല്ലാം കൊടുക്കാനുള്ള ഒന്നല്ല നമ്മളെ കയ്യിലുള്ള പൈസ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ കഴിയുമ്പോണ്ടല്ലോ സാറേ ഈ സ്ത്രീ വരികയാണ് സഞ്ചിയിൽ കുറെ സാധനങ്ങളായിട്ട്. എന്നിട്ട് ഇത് മോളെ വിളിച്ചു, മോളെ ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം ഒന്ന് എന്റെ മോന് ഞാൻ ഇവിടെ വന്നിട്ടാകുമ്പോ ഓണത്തിനൊന്നുമില്ല വെക്കാനില്ല അറിയുമ്പോ എന്റെ കരള് ഉരുകിപ്പോയി മോളെ. എന്റെ മോൻ അങ്ങനെ ചോദിക്കാൻ മടിയല്ലേ. എനിക്കിങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള കൂട്ടരായതുകൊണ്ട് എനിക്ക് ആരോടും ചോദിക്കാൻ മടിയില്ല. അപ്പുറത്ത് ഒരു പേര് പറഞ്ഞു, അവൻ ചോദിച്ച ഉടനെ എനിക്ക് പൈസ എടുത്തു തന്നു. അതും കൊണ്ട് ഞാൻ എന്റെ മോന്റെ കഷ്ടപ്പാട് വന്നിട്ട് ഇത് കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ്. നല്ലൊരു മെസ്സേജ് ആയിരുന്നു സാറേ അത്. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരും പറഞ്ഞു. ജോർജ് സാർ വന്നോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ ലാപ്സൻ സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. വീണ്ടും നമുക്ക് അടുത്ത മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. നാളെ നമുക്ക് ബുക്ക് റിവ്യൂ ആണ്, കഴിഞ്ഞ ആഴ്ചത്തെ ബുക്കിൻ്റെ കണ്ടിന്യൂഷൻ. ഓക്കെ, സോ സി യു സർ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ.